ഹലോ എവരിവൺ, വെൽക്കം ടു ഫിസിക്സ് ബോക്സ്. ഫിസിക്സ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പം എളുപ്പം തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ്സ് ഇവയാണ്. ഓക്കെ, എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, എത്ര തരമുണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. ഓക്കെ, പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രാഫ്, എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡിറൈവ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഡെറിവേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം ന്യൂട്ടന്റെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമുക്ക് അറിയാലോ അല്ലെ. ആ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ v = u + at, v = u + at, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് s = ut + ½ at², ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി പറയുന്നത് v² = u² + 2as. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആണല്ലോ. ഈ 3 ഇക്വേഷന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, ക്ലിയർ ആണല്ലോ. ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, ഓക്കെ, ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന്, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ ഡിറൈവ്ഡ് ഫ്രം ഗ്രാഫ്. എന്താണ് ഡിറൈവ്ഡ് ഫ്രം ഗ്രാഫ്, ഗ്രാഫ് എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡ് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം കാൽക്കുലസ് മെത്തേഡ്, ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എങ്ങനെ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ v = u + at എന്നുള്ള ഇക്വേഷൻ അല്ലേ. ഓക്കെ, നമ്മൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, ക്ലിയർ ആണല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓക്കെ, നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, y ആക്സിസിൽ വെലോസിറ്റിയും x ആക്സിസിൽ ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് എന്ത് ചെയ്യുക വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു യൂണിഫോം ആക്സലറേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ യൂണിഫോം ആക്സലറേഷൻ ഷേപ്പ് പോണത്, ക്ലിയർ ആണല്ലോ. അത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഇതൊന്നുകൂടി വരയ്ക്കാം. ഓക്കെ, അപ്പം ഗ്രാഫിന്റെ ഷേപ്പ് പറയാം. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി u, ഇത് ഇനീഷ്യൽ വെലോസിറ്റി u എന്നും ഫൈനൽ വെലോസിറ്റി v എന്നും പറഞ്ഞൂടെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് യൂണിഫോം ആക്സലേഷൻ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇത് നിന്നിട്ട് നമ്മൾ ഈ ഗ്രാഫിനെ നമ്മൾ ഇവിടേക്ക് യോജിപ്പിക്കാം. ഓക്കെ, യോജിപ്പിക്കാം. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം യോജിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനിടയിലെ സ്ലോപ്പ് നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഭാഗത്ത് നമ്മൾ യോജിപ്പിച്ചു, ക്ലിയർ ആണല്ലോ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള ഈ ആംഗിളിനാണ് എന്ത് ചെയ്യുക സ്ലോപ്പ് എന്ന് പറയാം, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒരു യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ എന്നല്ലേ അതിന്റെ അർത്ഥം. സ്ലോപ്പ് ഇവിടെ കിട്ടുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്ലോപ്പ് = ആക്സിലറേഷന് തുല്യമാണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പിന് വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് = tan θ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. tan θ, ക്ലിയർ ആണ്. സ്ലോപ്പ് = tan θ. ഓക്കെ, ഈ tan θ എങ്ങനെ കിട്ടാൻ നമുക്ക് നോക്കാം. tan θ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിനെ എന്താ പറയാ tan θ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ, അതായത് ഈ ഒരു ഗ്രാഫിൽ നമ്മൾ v - u അതല്ലേ ശരിക്കും ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാല് v - u എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇവിടെയുള്ള അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാല് t അല്ലേ. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ
ഇവിടെ എഴുതാൻ പറ്റില്ലോ. സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എത്ര ഇവിടെ വരിക, വി മൈനസ് യു ബൈ ടി അഡ്ജസന്റ് സൈഡ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ആക്സിലറേഷൻ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, ആക്സിലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എഴുതിക്കൂടെ, ആക്സിലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ, അപ്പൊ ആ ടി എന്ത് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എ ടി ഈക്വൽ ടു വി മൈനസ് യു, എ ടി ഈക്വൽ ടു വി മൈനസ് യു. ഓക്കെ, അത് എന്നിട്ട് എന്ത് ചെയ്യാം, വി നമുക്ക് കാണാം. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് കാണാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എഴുതി കൂടെ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള വി ഈക്വൽ ടു യു പ്ലസ് എ ടി എങ്ങനെയാണ് ഇക്വേഷന് ഡെറിവ് ചെയ്തത് നമ്മൾ പഠിച്ചു അല്ലേ. ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിന് 3-4 മാർക്കിനായിട്ട് ഇത് ചോദിക്കാറുണ്ട്. എല്ലാ പ്രാവശ്യം എക്സാമിനും നിർബന്ധമായിട്ടും ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള കേസും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാൻ നോക്കാം. ശരി, ഇപ്പൊ നേരത്തെ വരച്ച ഗ്രാഫ് എന്ത് ചെയ്യും, നമ്മളൊന്നുകൂടി പ്ലോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മളൊന്നുകൂടി പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ യോജിപ്പിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, ടാൻ തീറ്റ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്നിട്ട് ഇത് വി മൈനസ് യു ആണെന്ന് പറയാം. ക്ലിയർ ആണോ. അപ്പം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ അല്ലെ, റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. മനസ്സിലായോ. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നടന്ന ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഏരിയ തമ്മിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ, സോറി ഈ റെക്റ്റാങ്കിൾ, പിന്നെ അതുപോലെ തന്നെ ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ കാണാൻ പോണേ. അപ്പൊ ടോട്ടൽ ഏരിയ നോക്കട്ടോ, എന്താണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, എന്താണ് ഏരിയ ഓഫ് പക്ഷെ എന്താണ് റെക്റ്റാങ്കിൾ അല്ലേ, റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിന്റെ ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. ഒരു മിനിറ്റ്. ഓക്കെ, ആഡ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഏരിയ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, പ്ലസ് എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ് അല്ലേ, ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്. ഓക്കെ, റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് യു ആണെങ്കിൽ, ഓക്കെ ഇത് വി ആണെന്ന് അറിയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ യു അല്ലേ. ഓക്കെ, ഇൻറ്റു ബ്രെഡ്ത്ത് ടി ആണ്,
പ്ലസ് ഓക്കെ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഹൈറ്റ് എത്രയാണ് ഇവിടെ? വി മൈനസ് യു അല്ലേ? വി മൈനസ് യു ഈ ട്രയാങ്കിളിന്റെ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ടൈം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയ. ഓക്കെ, അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഏരിയ അവിടെ കേട്ടോ. അതായത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ അവിടെ കിട്ടുന്നത്? അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് വി മൈനസ് യു ഇൻറ്റു ടി. ക്ലിയർ ആണല്ലോ? യു ടി പ്ലസ് വി മൈനസ് യു ഇൻറ്റു ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാം. വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു എന്ന് പറയുന്നത് എ ടി അല്ലേ? വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എസ് നമ്മൾക്ക് എങ്ങനെ എഴുതാം? എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് സോറി, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. ഇവിടെ ഒരു ഹാഫ് ഇല്ലേ? ഉണ്ട്. യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യുവിന് പകരം എ ടി ഇൻറ്റു ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നിന്നിട്ട് നമ്മൾ ഒരു ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ പോവാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇപ്പം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഗ്രാഫിൽ നിന്ന് പ്രൂവ് ചെയ്തു. ഇതും വളരെ എളുപ്പമുള്ളതാണ്. ഇതും എക്സാമിന് എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു 3 ഗ്രാഫുകളുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ 2 തെളിയിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമ്മൾ ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പൊ അതും നോക്കാം. ഓക്കെ, മൂന്നാമത്താണ് വി സ്ക്വയർ ഇസ്ക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ളത്. ഓക്കെ, അതും ഈ ഗ്രാഫ് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഈ സെയിം ഗ്രാഫ് തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടി ഡ്രോ ചെയ്യാണ്. ഓക്കെ, അപ്പം എക്സ് ആക്സിസിൽ ടൈമും ഓക്കെ വൈ ആക്സിസിൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് കാണാണ് ഈ ലൈൻ്റെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എക്സും വൈയിലേക്കും മുട്ടിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ തീറ്റ കാണും. ഇതാണ് തീറ്റ. ഓക്കെ, ഇവിടെയുള്ളത് ഇവിടെയുള്ള വെലോസിറ്റിയെ നമ്മൾ യു എന്നും ഇനീഷ്യൽ വെലോസിറ്റി ഇത് വി, ഫൈനൽ വെലോസിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് യു ആണ്, അതായത് യു താഴെയുള്ള യു മുകളിലുള്ള വി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വി എന്ന് എഴുതിക്കൂടെ? അതായത് ഈ ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും. ഓക്കെ, അപ്പൊ വി എന്ന് എഴുതാൻ പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇത് തെളിയിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്? റെക്റ്റാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ എടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്നിട്ട് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് അവിടെയുള്ള ടോട്ടൽ ഏരിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെയും ട്രയാങ്കിളിന്റെയും ഏരിയ നമ്മൾ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ റെക്റ്റാങ്കിൾസ് പ്ലസ് ട്രയാങ്കിൾ അതിനെ ഒന്നായിട്ട് പറയുന്ന പേര് ഏരിയ ഓഫ് ട്രപ്പേസിയം എന്നാണ് പറയുന്നത്. എന്താണ്? ഏരിയ ഓഫ് ട്രപ്പേസിയം. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രപ്പേസിയം. ട്രപ്പേസിയം എന്ന് പറഞ്ഞാല് ഇവിടെ എന്താ ട്രപ്പേസിയം ലൊക്കേഷൻ ആണ്. സം ഓഫ് പാരലൽ സൈഡ്സ്. എന്താണ്? സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് കേട്ടോ. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ട്രപ്പേസിയം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. ഓക്കെ, ഇവിടെ സം ഓഫ് പാരലൽ സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സം ഓഫ് പാരലൽ സൈഡ് എന്ന് പറയുമ്പോൾ
അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രപ്പോസിയം കിട്ടും. ഓക്കെ, ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് S is equal to സം ഓഫ് പാരലൽ സൈഡ്. ഈ ഇവിടെ കിട്ടിയ ഒരു പാരലൽ സൈഡ് ഇല്ലേ, ഈ പാരലൽ സൈഡിന്റെ എന്ത് ചെയ്യുക, സമ്മ് കാണണം അല്ലെ. അപ്പോ ഈ ഇവിടെയുള്ള പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കേസിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഉൾപ്പെടുത്താണ്ട് ഇവിടെ ഒരു ഹാഫും കൂടി ഉണ്ട് കേട്ടോ. ഹാഫ് ഓഫ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് S is equal to ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്. പാരലൽ സൈഡ് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി യും ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പോൾ പാരലൽ സൈഡിന്റെ സം എന്ന് പറഞ്ഞാൽ u പ്ലസ് v ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു u പ്ലസ് v ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്. ഈ u പ്ലസ് വിയുടെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത് എന്താണ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ടൈം അല്ലേ, ടൈമാണ് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ടി ആണ് അല്ലേ ഉള്ളത്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ടി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എഴുതാൻ പോവാണ്, ഹാഫ് ഇൻറ്റു u പ്ലസ് വി ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് S is equal to ഹാഫ് ഇൻറ്റു u പ്ലസ് വി ഇൻറ്റു ടി. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹാഫിനെ ഉള്ളോട്ട് ഗുണിക്കുക, യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി എഴുതി കൂടെ, യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, എന്തിനി നമ്മള് വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. ക്ലിയർ ആണോ? വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ എഴുതി, ഇത് ഇക്വേഷൻ നമ്പർ നമ്മൾ 1 കൊടുത്തു. ഓക്കെ, വി ഇസിക്കൽ ടു യു പ്ലസ് എ ടിക്ക് നമ്മൾ എന്താ എങ്ങനെ എഴുതാം, അതായത് വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വി മൈനസ് യു ഇസിക്കൽ ടു എ ടി എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അതിന് വി മൈനസ് യു ബൈ എ എന്ന് പറഞ്ഞാൽ ടി അല്ലേ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ 1ലേക്ക് എന്ത് ചെയ്യുക, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. യു എങ്ങനെ എഴുതാൻ പറ്റുക, യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടീൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുത്തു, വി മൈനസ് യു ബൈ എ എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, അതിന് നമ്മൾ എഴുതിയ, അതായത് അതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് S is equal to എന്തിന്, യു പ്ലസ് വി ബൈ ടു ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഓക്കെ, അപ്പൊ നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു പ്ലസ് വി ഇൻറ്റു വി മൈനസ് യുവിനെ യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പം S is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡർ ബൈ 2a എഴുതി കൂടെ. വി സ്ക്വയർ അതായത് യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡർ ബൈ 2a എന്ന് എഴുതാം. ആ അടിയിലുള്ള 2a ഒരുമിച്ച് ചെയ്യും. ഓക്കെ, ഈ 2a നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 2as is equal to വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ലോ, വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്താണ്, വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത്. ബി ഇസിക്കൽ ടു യു പ്ലസ് എ ടി നമ്മൾ അതുപോലെ ഇക്വേഷൻസ് മോഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തു.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെ കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്കറിയാം ഒരു മിനിറ്റ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, നമ്മൾ ഡി വി എങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ഗ്രാഫ് വരച്ച സമയത്ത് ഇത് യു ആണ്, ഇത് വി ആണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാ, വരച്ചു. ഇവിടെയാണ് സ്ലോപ്പ് കിട്ടി, തീറ്റ. ഇത് ടി. ഓക്കെ, അപ്പൊ വെലോസിറ്റി എവിടെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി മുതൽ ഫൈനൽ വെലോസിറ്റി വരെ ഉണ്ട് അല്ലേ? ഓക്കെ, ടൈം എന്ത് ചെയ്യാം, 0 മുതൽ ടി വരെയാണ് ടൈം. ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ഇൻറ്റു ഡി ടി എഴുതാൻ പറ്റും. ഓക്കെ, ഈ വെലോസിറ്റി ഏത് മുതലാണ്? യു മുതൽ വി വരെ. ടൈമോ 0 ടു ടി വരെ. ഇന്റഗ്രൽ യു ടു വി ഡി വി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ വി ആണ്. എന്താണ്? വി. വിത്തിൻ ദ ലിമിറ്റ് കൊടുക്കുക, യു ടു വി ഈക്വൽ ടു ഇന്റഗ്രൽ എ നമ്മൾ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് കൊണ്ടിരിക്കുക. ഇന്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 ടു ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ആക്സിലറേഷൻ അങ്ങനെ തന്നെ എഴുതാം. ഇന്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുന്നത് എന്താ? ടി ആണ്. എന്താണ്? ടി. വിത്തിൻ ദ ലിമിറ്റ് 0 ടു ടി വരെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? വി മൈനസ് യു, ലിമിറ്റ് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പം വി മൈനസ് യു ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 0. ക്ലിയർ ആണ്? വി മൈനസ് യു ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, വി മൈനസ് യു ഈക്വൽ ടു എ ടി. ക്ലിയർ ആണല്ലോ? വി മൈനസ് യു ഈക്വൽ ടു എ ടി. അങ്ങനെയാണെങ്കിൽ വി എന്ന് എഴുതാം. അപ്പൊ ഈ മൈനസ് യുവിന് അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവില്ല. അപ്പം വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാം. കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാലോ. ഓക്കെ, അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ടൈം തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് നമുക്ക് വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിലേക്ക് തുറന്നാം. അപ്പൊ ഫസ്റ്റ് അതിൽ നിന്ന് തുറന്നാം കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡി എസ് ബൈ ഡി ടി എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എത്ര നമുക്കറിയാം. അതിന് ഡി എസ് എന്താ പറയാ? ഡി എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ഡി ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇതിനെ നേരത്തെ ചെയ്തമാതിരി ഇന്റഗ്രേഷൻ കൊടുക്കാം. ഇന്റഗ്രൽ 0 ടു എസ് ഡി എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇവിടെ ഡി ടിയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പം ലിമിറ്റ് ഇന്റഗ്രൽ 0 ടു ടി വി ഡി ടി. ക്ലിയർ ആണല്ലോ? ഇവിടെ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, അപ്പൊ ഈ വിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, യു പ്ലസ് എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ വരും? ഇന്റഗ്രൽ 0 ടു എസ് ഡി എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 ടു എസ് ഡി എസ് അല്ലേ ഈക്വൽ ടു എന്ത് ചെയ്യുക, നമ്മൾ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 0 ടു ടി യു ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 ടു ടി എ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, അതായത് ഇന്റഗ്രൽ 0 ടു എസ് ഡി എസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ യു ഡി ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിനിറ്റ്. ഇന്റഗ്രൽ 0 ടു എസ് ഡി എസിന് നമ്മൾ എന്താ പറയാ, എസ് എന്നല്ല പറയാ. ഇന്റഗ്രൽ 0 ടു എസ്, അതായത് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, 0 മുതൽ എസ് വരെ ഈക്വൽ ടു എന്താ, ഇന്റഗ്രൽ 0 ടു യു ഡി ടി അല്ലെ. അപ്പൊ യു ഡി ടി നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, യുവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു അല്ലെ. വിത്തിൻ ദ ലിമിറ്റ്
ഇന്റഗ്രൽ 0 to t dt പ്ലസ് ഈ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുത്തു ഇന്റഗ്രൽ 0 to t dt. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇതെങ്ങനെ എഴുതാം? u ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 dt എന്ന് പറയുന്നതാണ് t ട്ടോ, വിത്ത് ലിമിറ്റ് 0 to t പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 dt നെ t എന്നാ പറയാം, വിത്ത് ലിമിറ്റ് 0 to t. ഓക്കെ, സോറി, നമ്മൾ 80 ഇൻറ്റു dt അല്ല, ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്റഗ്രൽ ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇന്റഗ്രൽ a ഇൻറ്റു a നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെ, ഇവിടെ a നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇന്റഗ്രൽ 0 to t dt ആണ് അല്ലെ. അപ്പൊ t dt ഇന്റഗ്രൽ t എന്ന് പറഞ്ഞാൽ t²/2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ പറ്റും, a ഇൻറ്റു ഇന്റഗ്രൽ t²/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to t. ഓക്കെ, ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യാം, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഇന്റഗ്രൽ s to 0 അപ്പം ഇവിടെ വരുമ്പോൾ s minus 0 ഈക്വൽ ടു u ഇൻറ്റു t minus 0 പ്ലസ് പ്ലസ് എന്താണ് 1/2 ഇൻറ്റു a പുറത്തേക്ക് എടുക്കാം ഇൻറ്റു t² മൈനസ് 0. അപ്പൊ ഇത്രയും കാര്യം എഴുതാൻ പറ്റുമല്ലോ, ഇത്ര കാര്യം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? s is equal to ut പ്ലസ് ഹാഫ് ഇൻറ്റു at². ഒന്നുകൂടി നമ്മൾ താഴേക്ക് എടുത്തിരുന്നതാണ്. s is equal to ut പ്ലസ് ഹാഫ്, ഒരു മിനിറ്റ്, s is equal to ut plus half at². കാരണം s is equal to ut plus half at². ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കുറച്ചൊരു കാണുമ്പോൾ ചെറിയ പ്രയാസമൊക്കെ തോന്നും, പക്ഷെ അത് വളരെ എളുപ്പമാണ്. എക്സാമിന് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ഡെറൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, v² is equal to u² plus 2as. ഓക്കെ, അപ്പൊ ഇതൊരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യം, ആക്സലറേഷൻ കാണേണ്ട ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് dv/dt. ഇത്ര കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt ആണ്. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മുകളിലും താഴെ ഒരു ds കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ds/ds. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, s നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. dv/ds ഇൻറ്റു ds/dt. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ds/dt പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ആക്സലറേഷൻ a is equal to v നെ ആദ്യം ചെയ്താൽ v ഇൻറ്റു dv/ds ഏതാലോ, v ഇൻറ്റു dv/ds. ഓക്കെ, ഇനി ds നെ നമ്മൾ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. a ഇൻറ്റു ds is equal to v ഇൻറ്റു dv. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇന്റഗ്രൽ 0 to s a into ds equal to ഇന്റഗ്രൽ 0 to s a into ds is equal to അത്ര കാര്യങ്ങൾ അറിയാലോ. ഇനി നമ്മൾ കൊടുക്കുന്ന അപ്പോൾ ഇന്റഗ്രൽ u to v v dv എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ a നെ ഇന്റഗ്രേഷൻ പുറത്തേക്ക് കൊണ്ടുവരാം. a into ഇന്റഗ്രൽ 0 to s ds is equal to ഇന്റഗ്രൽ u to v v dv u to v v dv. ക്ലിയർ ആണല്ലോ. ഒരു മിനിറ്റ് ഒന്നുകൂടി ചെയ്താ.
ടു വി ഡി വി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എസ് ആണ് അല്ലേ? എ ഇൻറ്റു എസ് വിത്ത് ലിമിറ്റ് 0 to എസ് ഈക്വൽ ടു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ 2 എന്നാണ് കേട്ടോ. അപ്പം വി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു വി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? എ ഇൻറ്റു ലിമിറ്റ് കൊടുക്കുകയാണേ. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കും. അതായത് അപ്പർ ലിമിറ്റ് പറയുമ്പോൾ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ എ ഇൻറ്റു എസ് മൈനസ് 0, എ ഇൻറ്റു എസ് മൈനസ് 0. ഇനി എന്താ? വി സ്ക്വയർ ബൈ 2നെ അതിന് ഹാഫിനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പിന്നെ എന്താ ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കാം. വി സ്ക്വയർ മൈനസ് താഴെ എന്ത് ചെയ്യുക? വിന്റെ സ്ഥാനത്ത് യു കൊടുക്കാം. അപ്പം യു സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ എ എസ് ഇസിക്കൽ ടു എന്താവും? എ എസ് ഇസിക്കൽ ടു ഹാഫ്, ഒരു മിനിറ്റ്. ഓക്കെ, എ എസ് ഈക്വൽ ടു എന്താ വരിക? ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഒന്നും കൂടി ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ക്ലിയർ ആണോ? 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? അപ്പൊ വി സ്ക്വയറിന്റെ രൂപത്തിലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതെന്താ നമുക്ക് മനസ്സിലായല്ലോ. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിച്ചു. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പുതിയ ക്ലാസ്സിലേക്ക് വരും. അപ്പം അതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ ഓൾ ദ ബെസ്റ്റ്.